നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. കൗതുകകരവും രസകരവുമായ പാഴ്സികളുടെ ജീവിതവും അവരുടെ ശവസംസ്കാരവുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സൊറാസ്ട്രിയൻ മതത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 3000 വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യയിൽ ജീവിച്ചിരുന്ന സൊറാസ്ട്രർ എന്ന പ്രവാചകൻ്റെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മതമാണ് സൊറാസ്ട്രിയൻ മതം. വിവേകത്തിൻ്റെ ദൈവമായ ആഹുറാമസ്തയിൽ നിന്നും കിട്ടിയ വെളിപാടുകൾ സൊറാസ്ട്രൻ തൻ്റെ അനുയായികൾക്കും പിൻഗാമികൾക്കും പകർന്നു നൽകി. വിശാല ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതമായിരുന്നു ഈ സൊറാസ്ട്രിയൻ മതം. ഇസ്ലാം ഭരണത്തിന് മുമ്പുള്ള പേർഷ്യയിലെ അവസാന സാമ്രാജ്യമായിരുന്ന സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് സൊറാസ്ട്രിയൻ മതം സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായിരുന്നു. ആ സമയത്ത് മതം സംഘടനാരൂപം കൈവരിക്കുകയും ചെയ്തു. അവസ്ഥയാണ് ഈ മതത്തിൻ്റെ പുണ്യഗ്രന്ഥം. അഹുറാമസ്ത എന്ന വിവേകത്തിൻ്റെ ദൈവത്തിൽ നിന്നും സൊറാസ്ട്രക്ക് ലഭിച്ച വെളിപാടുകളാണ് ഈ മതത്തിൻ്റെ അടിസ്ഥാനമായി കണക്കാക്കുന്നത്. അഹുറാമസ്തയുടെ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ ഈ മതത്തെ മസ്ദ മതം അഥവാ മസ്ദയിസം എന്നും അറിയപ്പെടാറുണ്ട്. ഇന്ന് ഇന്ത്യ, ഇറാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലായി ഏതാണ്ട് 2.5 ലക്ഷത്തോളം വിശ്വാസികളാണ് ആകെ ഈ മതത്തിനുള്ളത്. തിന്മയുടെ ദൈവത്തെ പരാജയപ്പെടുത്തുന്നുള്ള ഒരു യുദ്ധക്കളമായാണ് അഹുറാമസ്ത ലോകം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഇവരുടെ വിശ്വാസം. തിന്മയോട് പോരാടുന്നതിന് നന്മയ്ക്കൊപ്പം അണിനിരക്കാൻ മനുഷ്യരോട് ഈ മതം ആഹ്വാനം ചെയ്യുന്നു. ഈ പോരാട്ടത്തിലൂടെ ലോകത്തെ നിർമ്മലമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. പാഴ്സികൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. തങ്ങളുടെ ദൈവം പവിത്രമാണെന്നും അഗ്നി ആ ദൈവത്തിൻ്റെ പ്രതീകമാണെന്നും വിശ്വസിക്കുന്നവരാണ്. അഗ്നിയെ ഈശ്വരനായി കണക്കാക്കി അതിനെ ആരാധിക്കുന്നുണ്ട്. സൊറാസ്ട്രിയൻ മതവിഭാഗക്കാർ സൊറാസ്ട്രർ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്ന അഗ്നിയെ അവരുടെ ക്ഷേത്രങ്ങളിൽ തെളിയിച്ചു വയ്ക്കാറുണ്ട്. ഫയർ ടെമ്പിൾ അഥവാ ആഗിയാരി എന്നറിയപ്പെടുന്ന ഇവരുടെ ആരാധനാലയത്തിൽ മറ്റു സമുദായക്കാർക്ക് പ്രവേശനം നിഷിദ്ധമാണ്. മുംബൈയിലെ ചർച്ച് ഗേറ്റിലാണ് ഫയർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. പാഴ്സികളുടെ ചരിത്രം നോക്കാം. 8-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നും മുസ്ലിങ്ങളുമായുള്ള മതസംഘടനം ഭയന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത സൊറാസ്ട്രിയൻ മതവിശ്വാസികളാണ് പാഴ്സികൾ എന്നറിയപ്പെടുന്നത്. സൊറാസ്ട്രിയൻ എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. പിൽക്കാലത്ത് പലായനം ചെയ്യാതെ അവിടെ തന്നെ കഴിഞ്ഞ പാഴ്സികൾ ഒന്നുകിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ കപ്പം നൽകി അടിമജീവിതം നയിക്കേണ്ടി വന്നു. ഇന്ത്യയിൽ സൊറാസ്ട്രിയൻ മതവിഭാഗത്തിൽ ഉൾപ്പെട്ട 2 തരം ജനവിഭാഗമുണ്ട്. 2 കൂട്ടരും വിശാല ഇറാനിൽ നിന്ന് വന്നവരാണ്. ഒന്ന് പാഴ്സികൾ, 2 ഇറാനികൾ. ഇന്ന് ലോകത്താകമാനമുള്ള പാഴ്സികൾ അഥവാ പാർസികളിൽ ഭൂരിഭാഗവും ഭാരതത്തിലാണുള്ളത്. പേർഷ്യയിലെ പാർസ് എന്ന സ്ഥലത്തു നിന്നും വന്നവരാകിയാൽ ഇവരെ പാഴ്സികൾ എന്നറിയപ്പെടാൻ തുടങ്ങി. ഇന്ത്യയെ കൂടാതെ അമേരിക്ക, ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പാഴ്സികൾ ഇന്നുള്ളത്. അവരുടെ ജന്മദേശമായ ഇറാനിലും പാകിസ്ഥാനിലും വളരെ കുറച്ച് പാഴ്സികൾ ഇന്നുമുണ്ട്. ഇന്ത്യയിൽ അവർ ഗുജറാത്തിലാണ് ആദ്യം എത്തിയത്. ഗുജറാത്ത് വൽസാദ് ജില്ലയിലെ സഞ്ജാൻ ആണ് ഇന്ത്യയിലെ ഏക പാഴ്സി ഭൂരിപക്ഷ പട്ടണം. ഇന്ന് ഇന്ത്യയിലെ പല നഗരങ്ങളിലും പാഴ്സികൾ താമസിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ മുംബൈ നഗരത്തിലാണ് ഇവർ ഏറ്റവും കൂടുതലുള്ളത്. ബോംബെയിൽ മാത്രം ഏതാണ്ട് 50,000-ഓളം പാഴ്സികളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുക. ബാക്കി ആകമാനം 10,000-25,000 ഉണ്ടാകും. അത്രയേ ഉള്ളൂ. പാഴ്സികളുടെ സ്വാധീനം നമുക്ക് നോക്കാം. ഭാരതത്തിലെ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് പാഴ്സികളെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പാഴ്സികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ ശക്തിയെയും പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ ബോംബെയിൽ കപ്പൽ നിർമ്മാണ വ്യവസായം ആരംഭിച്ചതിന് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സ് പാഴ്സികളുടേതാണ്. ആദ്യകാല സ്വാതന്ത്ര്യ സമര സേനാനിയായ ദാദാഭായ് നവറോജി, ജനറൽ സാം മനേക്ഷ, വ്യവസായ പ്രമുഖൻ ടാറ്റ, ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ സ്ഥാപകനും ആദ്യ ഡയറക്ടറുമായ ഹോമി ജഹാംഗീർ ഭാഭ,
ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായ ഫിറോസ് ഗാന്ധി, പാക് രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയുടെ ഭാര്യ രത്തൻഭായ് പണ്ഡിറ്റ് എന്നിവരൊക്കെ പാഴ്സി സമുദായക്കാരായിരുന്നു. പാഴ്സികളുടെ പ്രത്യേകതകൾ നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ നിന്നും കുടിയേറി ഇന്ത്യയിൽ താമസം തുടങ്ങിയ പാഴ്സികൾ അഥവാ സൊറാസ്ട്രിയൻ മതവിശ്വാസികൾ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നവരാണ്. ഹിന്ദു മതത്തിനോട് സാമ്യമുള്ള ആരാധനാ രീതികളാണെങ്കിലും ജീവിതശൈലിയിൽ വലിയ മാറ്റമുണ്ട്. പാഴ്സികൾ വളരെ സമ്പന്നരും ശാന്തശീലരുമാണ്. ഒരു വിവാദങ്ങളിലും അവർ പെടാറില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇവർക്ക് വലിയ മാന്യത ലഭ്യമാണ്. പാഴ്സികളിൽ പൊതുവെ യാചകരാരുമില്ല. തൊഴിൽ രഹിതരും വളരെ ചുരുക്കമാണ്. ഇന്ത്യയിലെത്തിയ പാഴ്സികൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് പാശ്ചാത്യ ജീവിത രീതികൾ കുറേയൊക്കെ സ്വായത്തമാക്കിയിട്ടുണ്ട്. പാഴ്സികൾ മറ്റു സമുദായങ്ങളിൽ നിന്നുള്ളവരെ വിവാഹം കഴിച്ചാൽ പിന്നെ സ്വസമുദായത്തിൽ അവർക്ക് സ്ഥാനമില്ല. ഈ നിയമം ഇന്നും വളരെ ശക്തമായി തുടരുന്നതിനാൽ പാഴ്സി ജനസംഖ്യ ലോകത്ത് കുറഞ്ഞു വരികയാണ്. പാഴ്സികളിലെ സ്ത്രീകളും പുരുഷന്മാരും ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ലേറ്റ് മാരേജാണ് കൂടുതലായിട്ടും കാണുന്നത്. കൂടാതെ 30% ജനങ്ങൾ വിവാഹിതരാകുന്നുമില്ല. സാമുദായിക നിബന്ധനകളിൽ ഇന്നും കർശനമായ നിലപാടുകളാണ് ഇവർക്കുള്ളത്. ഇക്കാരണങ്ങൾ മൂലം പാഴ്സി ജനസംഖ്യ ലോകത്ത് വളരെയേറെ കുറയുകയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഭാരത സർക്കാർ പാഴ്സി സമുദായത്തിനായി പുതിയ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജിയോ പാഴ്സി, അതായത് ജീവിക്കുക പാഴ്സി എന്ന അർത്ഥത്തിൽ ഒരു പ്രോജക്റ്റ് ഭാരത സർക്കാർ 10 കോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. പാഴ്സികളുടെ ജനസംഖ്യയുടെ വർധനവിനാണ് സർക്കാർ ജിയോ പാഴ്സി പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. വിചിത്രമായ അവരുടെ മൃതസംസ്കാര കാര്യങ്ങളെ നോക്കാം. മറ്റു മതസ്ഥരെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പാഴ്സികൾ മരണമടഞ്ഞവരെ സംസ്കരിക്കുന്നത്. അവർ മറ്റു മതസ്ഥരെ പോലെ ശരീരം ദഹിപ്പിക്കുകയോ മണ്ണിൽ മറവുക ചെയ്യുകയോ ചെയ്യുന്നില്ല. ശവശരീരം കഴുകന്മാർക്ക് തീറ്റയായി നൽകുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധമായ അഗ്നിയിലേക്കും മണ്ണിലേക്കും ജലത്തിലേക്കും പാപമംഗലമായ മനുഷ്യ ശരീരത്തെ ഇടകലർത്തുവാൻ പാഴ്സികൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മൃതശരീരം കഴുകന്മാർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നു. മരണശേഷമുള്ള ശരീരത്തെ വളരെ അശുദ്ധമായിട്ടാണ് പാഴ്സികൾ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ശവശരീരം വഹിച്ചുകൊണ്ടു പോകാൻ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക വ്യക്തികൾ ഉണ്ടാകും. അവരെ നസാലർ എന്നാണ് വിളിക്കുക. അവരെ അല്ലാതെ വേറെ ആർക്കും ശവശരീരം തൊടാൻ പാടുള്ളതല്ല. ആരെങ്കിലും അബദ്ധവശാൽ ശവത്തെ തൊട്ടുപോയാൽ റിമാനി എന്ന പ്രത്യേക ശുദ്ധീകരണ ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട്. റിമാനി തീരുന്നതുവരെ ശവത്തെ തൊട്ട വ്യക്തി വേറെ ആരെയും സ്പർശിക്കാൻ പാടുള്ളതല്ല. ശവശരീരം കിടത്തിയിരുന്ന ഭാഗം പ്രത്യേക കത്തി കൊണ്ട് അടയാളപ്പെടുത്താറുണ്ട്. ആ ഭാഗത്തേക്കും ആർക്കും പോകാൻ അനുവാദമില്ല. പാഴ്സികളുടെ ശവസംസ്കാരത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങാണ് സഗ്ദിത്ത്. ഒരു നായയെ കൊണ്ടുവന്ന് ശവത്തെ കാണിച്ചു കൊടുക്കുന്ന ചടങ്ങാണിത്. ഈ ചടങ്ങിന് ശേഷം മുറിയിൽ ഒരു പാത്രത്തിൽ തീ കത്തിച്ചു വയ്ക്കും. ചന്ദനമടക്കമുള്ള സുഗന്ധ വസ്തുക്കൾ തീയിലിടാറുണ്ട്. ശവം കിടക്കുന്നത് മൂലമുണ്ടായ അശുദ്ധി ഇല്ലാതാക്കാനാണ് ഇങ്ങനെ തീയിടുന്നത്. ഈ സമയം മുതൽ ശവത്തെ കൊണ്ടുപോകുന്നത് വരെ ഒരു പുരോഹിതൻ പാഴ്സികളുടെ പുണ്യഗ്രന്ഥമായ അവസ്ഥ വായിച്ചുകൊണ്ടിരിക്കും. പുരോഹിതനും ബന്ധുക്കളുമൊക്കെ ശവത്തിൽ നിന്ന് വളരെ അകലം പാലിച്ചായിരിക്കും ഇരിക്കുന്നത്. പ്രധാന ചടങ്ങുകൾക്ക് ശേഷം ശവത്തെ അലങ്കരിച്ച ഒരു പേടകത്തിലാക്കി നിശബ്ദ കുടീരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബോംബെയിലെ മലബാർ കുന്നിലെ തൂങ്ങുന്ന പൂന്തോട്ടം അഥവാ ഹാങ്ങിങ് ഗാർഡൻസ്, അതിനടുത്താണ് പാഴ്സികളുടെ ശ്മശാനമായ നിശബ്ദ ഗോപുരങ്ങൾ അഥവാ ടവേഴ്സ് ഓഫ് സൈലൻസ് സ്ഥിതി ചെയ്യുന്നത്. ദഹ്മ എന്നാണ് നിശബ്ദ ഗോപുരത്തെ വിശേഷിപ്പിക്കുന്നത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ശവത്തെ അനുഗമിക്കാമെങ്കിലും 30 അടി അകലം പാലിച്ചു വേണം നടന്നു പോകാൻ. നിശബ്ദ കുടീരത്തിൽ എത്തിച്ചേർന്നാൽ സക്തി എന്ന ചടങ്ങ് വീണ്ടും നടത്തും. അതായത് നായയെ കാണിക്കലും തീ കത്തിക്കലുമൊക്കെ. അതിനുശേഷം ശവത്തെ വഹിക്കുന്നവർ, അതായത് നസാലാർ, ശവത്തിൻ്റെ വസ്ത്രങ്ങൾ മുഴുവൻ മാറ്റിയിട്ടാണ് കുടീരത്തിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നത്. കഴുകന്മാർക്ക് അനായാസേന ശവത്തെ ഭക്ഷിക്കാൻ വേണ്ടിയാണ് വസ്ത്രങ്ങൾ മുഴുവൻ മാറ്റുന്നത്. ശവത്തിൻ്റെ വസ്ത്രങ്ങൾ അവിടെ തന്നെയുള്ള ഒരു കിണർ പോലെയുള്ള കുഴിയിലിട്ട് ഇടും. ശവവാഹകർ
അതിനുശേഷം കൈകൊട്ടും. അപ്പോൾ അവിടുത്തെ വൻ ഗോപുരങ്ങളിലേക്ക് മുകളിൽ താമസിക്കുന്ന കൂടുകളിൽ നിന്ന് കഴുകന്മാരെത്തി ഈ ശവശരീരം തിന്നും. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ കഴുകന്മാർ ശരീരത്തെ പൂർണ്ണമായും ഭക്ഷിച്ചു തീരും. അതിനുശേഷം ശവത്തിൻ്റെ അസ്ഥികൾ അവശേഷിക്കും. അതെടുത്ത് തൊട്ടടുത്തുള്ള പ്രത്യേക കിണറുകളിൽ നിക്ഷേപിക്കുന്നു. അതോടെ ചടങ്ങുകൾ അവസാനിക്കും. ഭൂമിയും അഗ്നിയും ജലവും ശവത്താൽ മലിനമാകാതിരിക്കാനാണ് കഴുകന്മാർക്ക് അവർ ശവം കൊടുക്കുന്നത്. അതിനാൽ തന്നെ കിണറിലേക്ക് നിക്ഷേപിച്ച അസ്ഥികൾ ഭൂമിയുമായി സ്പർശിച്ച് അശുദ്ധമാകാതിരിക്കാൻ, മഴവെള്ളം വീണ് വെള്ളം അശുദ്ധമാകാതിരിക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. കരി, ചുണ്ണാമ്പ്, മണൽ എന്നിവ പ്രത്യേക രീതിയിൽ നിറച്ചാണ് ഈ കിണർ ഉണ്ടാക്കിയിരിക്കുന്നത്. ജലം ശുദ്ധീകരിക്കാനുള്ള ഒരു ഫിൽറ്റർ പോലെ ഇത് പ്രവർത്തിക്കും. ശവത്തെ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടുള്ള പ്രത്യേക വിഭാഗത്തെ നസാലർ എന്നാണ് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചു. ശവത്തിൻ്റെ ശരീരപ്രകൃതി അനുസരിച്ച് 2, 4, 6 എന്നിങ്ങനെ ഇരട്ട സംഖ്യകളായിട്ടാണ് നസാലർ നിയോഗിക്കപ്പെടുക. ഈ വിഭാഗക്കാർക്ക് താമസിക്കാൻ പ്രത്യേക കെട്ടിടങ്ങളുണ്ടായിരിക്കും. അർബ്സ്നോം എന്ന 9 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ശുദ്ധീകരണ പ്രക്രിയ തീരുന്നതുവരെ അദാഷ് ബഹംസ് എന്നറിയപ്പെടുന്ന പ്രധാന ക്ഷേത്രത്തിലേക്ക് നസാലന്മാർക്ക് പ്രവേശനമില്ല. പൊതുചടങ്ങുകളിൽ മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നസാലർക്ക് അനുവാദമില്ല. ജീവിച്ചിരിക്കുമ്പോഴുള്ള എല്ലാ പാപങ്ങളും ദഹ്മയിൽ, അതായത് ഇവരുടെ സൈലൻറ്റ് ടവറിൽ അവസാനിക്കുന്നതായിട്ടാണ് പാഴ്സികളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ പാഴ്സികളുടെ ജീവിതം അവസാനിക്കുന്നത് ഈ സൈലൻറ്റ് ടവർ അല്ലെങ്കിൽ നിശബ്ദ ഗോപുരങ്ങളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദുക്കൾ ഗംഗയിലും മറ്റ് പുണ്യനദികളിലുമൊക്കെ ജീവിതത്തിലെ പാപങ്ങൾ കഴുകിക്കളയുന്നത് പോലെ പാഴ്സികൾ ജീവിച്ചിരിക്കുമ്പോഴുള്ള എല്ലാ പാപങ്ങളും ദഹ്മയിൽ അവസാനിക്കുന്നതായി ഇവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നിശബ്ദ ഗോപുരം ഒരു ഭീതിപ്പെടുത്തുന്ന കാര്യമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലമാണ്. തികച്ചും പ്രാകൃതമായ ഈ ശവസംസ്കാര രീതി തന്നെയാണ് വർഷങ്ങളായി അവർ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.